ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ മഴയത്തൊക്കെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണേ. അപ്പോൾ മഴയത്ത് ഇതുപോലെ നല്ലൊരു ചൂടുള്ള ബിരിയാണി കിട്ടിയാൽ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ ഉമ്മയിൽ നിന്ന് കണ്ടു പഠിച്ചതാണ്. അപ്പോൾ ഉമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല, 3 വർഷമായി ഞങ്ങളെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഉമ്മയുടെ ബിരിയാണി ഞാൻ എൻ്റെ ചെറിയ ചാനലിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊഞ്ചം നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം സെറ്റായിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഓരോ ഫിഷായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൊഞ്ച് ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ബിരിയാണി ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫിഷൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാഫിൽ വെന്താൽ മതി, ഫുള്ളായിട്ട് വേവണമെന്നില്ല. അപ്പോൾ പകുതി വേവിൽ നമുക്കിത് എടുക്കണം. ഇനി കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും വേറെ എടുത്തിട്ടുണ്ട്. അത് ഫിഷ് ബിരിയാണി കൂടെ ഒരു ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം. അപ്പോൾ ഞാൻ ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി റെഡ് കളറിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി മുളകിന് നല്ല കളറുണ്ട്. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് ഫിഷ് അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഫ്രൈ ചെയ്തും കൂടി ഉണ്ടാവാണെങ്കിൽ നന്നായിരിക്കുമല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതൊന്ന് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി ഫിഷ് ഒന്ന് അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മസാല തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ ഒരു ചെറിയൊരു പൊടിക്ക എന്നല്ല, മസാലയ്ക്ക് ടേസ്റ്റ് കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മസാലയ്ക്ക് ടേസ്റ്റ് കൂടുതലാവും. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേറെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളക് ചതക്കിയത്, തക്കാളി ചെറിയ 2 തക്കാളി കനം കുറച്ച് കട്ട് ചെയ്തതാണ്. അപ്പോൾ സവാള ഇടയ്ക്ക് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, എന്നിട്ട് ഇളക്കി കൊടുത്തു. പക്ഷേ സെറ്റായിട്ടില്ല. ഇനി നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമതും തുറന്നപ്പോഴാണ് സവാള സെറ്റായത്. അപ്പോൾ ബിരിയാണിയുടെ മസാലയ്ക്ക് സവാള നല്ലപോലെ വഴന്നിട്ടില്ലെങ്കിൽ ചോറിൽ ആ ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ എന്തോ പോലെ ആയിരിക്കും. അപ്പോൾ സവാള നല്ലപോലെ വഴന്ന് കിട്ടണം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചതച്ചതും തക്കാളിയും ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇതും നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കറി പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കറി പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ
ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ പുറത്തൊന്നും ഞാൻ വാങ്ങിക്കാറില്ല, ഞാൻ തന്നെ ഉണ്ടാക്കാറാണ്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു കൈ കണക്കാണ്, എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാ ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഒരു കണക്ക് പറയാൻ അറിയില്ല. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിക്കൂട്ടുകൾ ചേർത്ത് കഴിഞ്ഞാൽ അടി പിടിക്കും പെട്ടെന്ന്. അപ്പോൾ അടി പിടിക്കാതെ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 കിലോ റൈസിൻ്റെ ചോറാണ് സെറ്റാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണക്ക് ഞാൻ എൻ്റെ ഒരു സുമാറ് കണക്കിലാണ് ചെയ്യുന്നത്. പിന്നെ ലെമൺ ഒരു 1/2 പീസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നല്ല നീരുള്ളതാണെങ്കിൽ ഒരു കഷ്ണം മതിയാവും, നീര് കുറവുള്ളതാണെങ്കിൽ ഒരു ലെമൺ തന്നെ വേണ്ടി വരും. ഇതിന് നല്ല നീരുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മസാലയിൽ ഞാൻ വെള്ളം നന്നായിട്ട് വെക്കും, അപ്പോഴാണ് ശരിക്കും ദമ്മ് കയറുള്ളൂ ചോറിലേക്ക്. അപ്പോൾ നമ്മൾ എന്തിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫിഷ് ആയതുകൊണ്ട് ആ ഫിഷ് ഒന്ന് എന്താ പറയുക, പകുതിക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം സെറ്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കേണ്ടിയില്ല, പകുതി ഫിഷിൻ്റെ വരുന്ന രീതിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ മസാല എല്ലാം വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് പകുതിയും കൂടി ഫിഷ് ഇതിൽ കിടന്നിട്ട് വേണം വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കൂടുതൽ ഫ്ലേവർ മസാല കിട്ടുന്നത്. ഇനി നമുക്ക് റൈസ് ബിരിയാണിക്ക് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ റൈസ് വേണം എടുക്കാൻ. അതുപോലെ നല്ല സ്മെല്ലുള്ള റൈസ് നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് കൈമ റൈസാണ് ബിരിയാണിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി നന്നാവാൻ റൈസും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചോറ് സെറ്റാക്കും മുമ്പ് ഇതുപോലെ കുറച്ച് വെള്ളവും തിളക്കാൻ വെക്കണം. പിന്നെ അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചോറ് സെറ്റാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിൻ്റെ മുമ്പെയാണ് വെള്ളവും അരിയൊക്കെ കഴുകി വെക്കേണ്ടത്, ചോറ് വെക്കും മുമ്പ്. ഇനി അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കിസ്മിസാണ് വറുത്തെടുക്കേണ്ടത്, കാരണം നെയ്യ് ചൂടായി വരുമ്പോൾ തന്നെ കിസ്മിസ് ഇട്ട് കൊടുക്കണം. പിന്നെ നെയ്യ് നന്നായി ചൂടായി കഴിഞ്ഞാൽ കിസ്മിസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ക്യാഷ്യൂ ഇടുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ കിസ്മിസാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ്യൂ ഫ്രൈ ചെയ്യാൻ കുറച്ച് ടൈം വേണമല്ലോ, അപ്പോൾ നെയ്യ് കുറച്ച് ചൂടായാലും കുഴപ്പമില്ല. അപ്പോൾ സെക്കൻഡാണ് ക്യാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊരിച്ച് കോരാൻ വേണ്ടിയിട്ട് സവാള വേണം. അപ്പോൾ സവാള പൊരിച്ച് കോരുന്നതാണ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റിൻ്റെ മറ്റൊരു ഭാഗം എന്നാണ് ഉമ്മ പറയാറുള്ളത്. അപ്പോൾ എത്രത്തോളം സവാള ഇടാൻ പറ്റും അത്രത്തോളം നല്ലത് എന്ന് പറയും. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ആ നെയ്യ് മതിയാവില്ല, അപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഓയിൽ നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറാവുന്ന രീതിയിൽ ഒന്നായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ സവാളയാവാൻ കുറച്ച് ടൈമാണ്, അപ്പോൾ നമ്മളത് ഫ്ലെയിം നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കാം. ഈ ഒരു റൈസിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം, നെയ്യിലേക്ക്. സവാള കോരിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. അതിലേക്കാണ് റൈസ് ഇട്ട് കൊടുത്തത്. ഇനി റൈസ് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ വറുക്കുന്നത് കൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് ഒരിക്കലും കുഴഞ്ഞു പോകില്ല, വിട്ട് തന്നെ ഉണ്ടാവും. എന്താ പറയുക, വെന്ത് ഉടയൂല എന്നൊക്കെ പറയില്ലേ, കട്ട പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റൈസ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നത്. അത് 2 മിനിറ്റ് ചെയ്താൽ മതി, കൂടുതൽ ചെയ്യരുത്, അത് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കും എൻ്റെ കൈ കണക്കാണ്. എനിക്ക് കണക്ക് പറയാൻ അറിയില്ല, എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് അതങ്ങനെയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് ഗീ റൈസ് തയ്യാറാക്കേണ്ടത്. അതിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ റൈസും നമുക്ക് ഹാഫ് വേവിൽ ഒരു 1/4 വേവിലൊക്കെ കിട്ടണം. അപ്പോൾ ആ റൈസ് വേവുന്ന സമയത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ അതും ആ സമയത്ത് ഞാൻ സൈഡിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൈസൊക്കെ ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് വേവേണ്ടിയില്ല, ബാക്കി നമ്മൾ ദമ്മിലാണ് വേവിച്ചെടുക്കുക. 1/4 വേവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മസാല സെറ്റായതിലേക്ക് നമ്മൾ ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം പിന്നെ വേണ്ടത് മഞ്ഞ കളറ് കലക്കിയതാണ്. പിന്നെ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ദമ്മിടണം, പെട്ടെന്ന് ദമ്മ് കയറി കിട്ടും. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് റൈസ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാം, ഒന്ന് നിരത്തി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല കുറച്ചൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് കൊടുക്കാം. പിന്നെ കളിക്കുക യെല്ലോ കളറും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് യെല്ലോ കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഡ്രൈ ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മല്ലി പുതിന അതും കട്ട് ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത് ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ദമ്മ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 ലെയറായിട്ടാണ് ദമ്മ് വെക്കുന്നത്. അപ്പോൾ 2 ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയറ്റാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ ഒരു കളറിലാണ് ബിരിയാണിക്ക് ശരിക്കും ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ദമ്മ് കയറ്റാൻ വെക്കാം. സിമ്മിലാണ് വെക്കേണ്ടത്. ഇതൊരു കറക്റ്റ് 20 മിനിറ്റാണ് ദമ്മ് കയറാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സൈഡിലൊന്ന് ജസ്റ്റ് റൈസ് മാറ്റിക്കഴിഞ്ഞാൽ അടിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോയെന്ന് ജസ്റ്റ് നോക്കാം. ഇത് ദമ്മ് കയറി കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും ബിരിയാണിയുടെ. അപ്പോൾ നമ്മളാണ് സമയവും ആ ഒരു സ്മെല്ലും വന്നു കഴിഞ്ഞാലാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ദമ്മൊക്കെ ആയിട്ടുണ്ട്, അടിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ദമ്മ് കയറിക്കഴിഞ്ഞാൽ മോനാണ് പറയുക, നിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ കുറേ നേരം ചുറ്റിപ്പറ്റി കളിക്കുന്നു ചോറിന് വേണ്ടിയിട്ട്. ക്ഷമ കെട്ടിട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാൻ വേണ്ടി വെക്കാം. നല്ല മഴയാണ്. അപ്പോൾ ഒരു മഴയത്ത് ഇതുപോലെ ചൂടുള്ളൊരു ബിരിയാണി അടിപൊളിയായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അടിയുന്ന മസാലയാണ് ചോറിൻ്റെ അടിയിലേക്ക് വിളമ്പുമ്പോൾ മുകളിലേക്കാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കൊഞ്ച് ബിരിയാണി മസാലക്കൊക്കെ ഫിഷിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് റൈസ്. അപ്പോൾ മോനും ഇതുപോലെ ക്ഷമ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ മോനോട് തന്നെ അഭിപ്രായം ചോദിക്കുകയാണ് കൊടുത്തിട്ട്. ഇങ്ങനെയുണ്ട്. അപ്പോൾ അവന് സൂപ്പറാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക് യു.